നമസ്കാരം. പൊതുജനം കഴുതിയുള്ള സാർ എന്ന ജനകീയ പരിപാടിയിലേക്ക്, ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ അത് ചൂണ്ടിക്കാട്ടാനും ജനകീയ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമൊക്കെയുള്ള വാർത്താ മണിക്കൂറിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. പൊതുജനം കഴുതിയല്ല സാർ എന്ന ഈ പരിപാടി പ്രേക്ഷകരുടെ പ്രതികരണ വേദി കൂടിയാണ് എന്ന് നിങ്ങൾക്കറിയാം. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിൻ്റെ പരമാവധി വാർത്താ ഇടപെടൽ നിങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിലും ഉണ്ടാകും എന്ന ഉറപ്പോടുകൂടി നമ്മൾ തുടങ്ങുകയാണ്. പുതിയൊരു അധ്യായത്തിലേക്ക് കടക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. പൊതുജനം കഴുതിയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നിങ്ങൾക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം, ജനകീയ പ്രശ്നങ്ങൾ പങ്കുവെക്കാം. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അത് ഞങ്ങളെ അറിയിക്കാം. ഈ ജനപ്രതിനിധികളുടെയോ അതുപോലെ ഈ സർക്കാരിൻ്റെയോ ഒക്കെ ഇടപെടൽ വേണ്ട വിഷയമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വിഷയം ഞങ്ങളെ അറിയിക്കാം. നിങ്ങളുടെ പരാതികൾ, ശ്രദ്ധയിലുള്ള വിഷയങ്ങൾ അതെന്തുമാകട്ടെ, അതൊരു ജനകീയ വിഷയമാണെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമ്പർ ഇതാണ്: 0484282510. നിങ്ങളുടെ കൈവശം വാർത്തകളുണ്ടെങ്കിൽ അതിൻ്റെ ദൃശ്യങ്ങൾ വാട്സാപ്പിലാണ് അയക്കേണ്ടത്. അതിനുള്ള നമ്പർ ഇതാണ്: 62 35 96 89 37. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്കാണ്. ഇന്ന് വലിയൊരു നടുക്കമുണ്ടാക്കുന്ന വാർത്തയോടുകൂടിയാണ് ഇന്നത്തെ വാർത്താ ദിനം തുടങ്ങിയത്. എറണാകുളം കളമശ്ശേരി ഗവൺമെൻറ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ പോലീസിൻ്റെ അതുപോലെ ഡാൻസ് ഓഫിൻ്റെ മിന്നൽ പരിശോധന നടന്നു. അതിനുശേഷം കണ്ടെത്തിയത് വലിയ കഞ്ചാവ് ശേഖരമാണ്. 7 മണിക്കൂർ നീണ്ട പോലീസ് പരിശോധനയിൽ 2 കിലോയിലധികം കഞ്ചാവും അത് തൂക്കി വിൽക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസും പിടികൂടിയിട്ടുണ്ട്. കോളേജിലെ SFI KSU പ്രവർത്തകർ ഉൾപ്പെടെ 3 പേരാണ് അറസ്റ്റിലായിരിക്കുന്നത്. ഹോളി ആഘോഷത്തിനായാണ് ഹോസ്റ്റലിൽ കഞ്ചാവ് എത്തിച്ചത് എന്നാണ് പോലീസ് പറയുന്നത്. പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്ന SFI പ്രാദേശിക നേതൃത്വത്തിന്റെ വാദം തള്ളിയ സംസ്ഥാന നേതൃത്വം ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് അറിയിച്ചു. ഒരു സർക്കാർ പോളിടെക്നിക്കിൻ്റെ കോളേജ് ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടികൂടുക, അതും 2 കിലോയോളം. കഞ്ചാവ് മാത്രമല്ല, അത് തൂക്കി വിൽക്കാനുള്ള ത്രാസും പോലീസ് കണ്ടെടുത്തു. അതീവ ഗൗരവമായ സംഭവമാണ് കളമശ്ശേരി പോളിടെക്നിക്കിലെ മെൻസ് ഹോസ്റ്റലിൽ പോലീസ് നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത്. സംസ്ഥാന രഹസ്യാന്വേഷണ വിഭാഗം നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഹോസ്റ്റലിലെ പോലീസ് പരിശോധന. 7 മണിക്കൂർ നീണ്ട പരിശോധനയിൽ KSU പ്രവർത്തകരായ ആകാശ്, ആദിൽ എന്നീ വിദ്യാർത്ഥികളുടെ മുറിയിൽ നിന്ന് പിടിച്ചെടുത്തത് 2 കിലോ കഞ്ചാവും ഇലക്ട്രിക് ത്രാസും. പരിശോധനയ്ക്കിടെ ആദിൽ ഓടി രക്ഷപ്പെട്ടെന്നാണ് ആരോപണം. ആകാശിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. SFI യൂണിയൻ ജനറൽ സെക്രട്ടറിയായ അഭിരാജിന്റെ മുറിയിൽ നിന്ന് ലഭിച്ചത് 9 ഗ്രാം കഞ്ചാവാണ്. അളവിൽ കുറവായതിനാൽ അഭിരാജ്, ആദിത്യൻ എന്നീ വിദ്യാർത്ഥികൾക്ക് സ്റ്റേഷൻ ജാമ്യം ലഭിച്ചു. ആദിൽ സ്റ്റേഷനിൽ റിമാൻഡിലാണ്. കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് അന്വേഷിക്കുമെന്ന് പോലീസ്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ, അപ്പോൾ കിട്ടിയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃത്യമായിട്ടാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത്. ഇനി കൂടുതൽ പേരുടെ ഇൻവോൾവ്മെൻറ്റ് ആണ് നമുക്ക് പരിശോധിക്കേണ്ടതുള്ളത്. നിലവിൽ നമ്മൾ പിടിച്ചിരിക്കുന്ന അവർ കൃത്യമായും ഇതിനകത്ത് ഉൾപ്പെട്ടവർ തന്നെയാണ്. അത് കൃത്യതയോടെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അഭിരാജിനെ ഭീഷണിപ്പെടുത്തി കേസിൽ കുടുക്കിയതാണെന്നാണ് SFIയുടെ പ്രതികരണം. മുഖ്യമന്ത്രിക്ക് പരാതി നൽകുമെന്നും SFI. ആദിലും അനന്തവും നാടുവിട്ടു. ഇവർ ഒളിവിൽ പോയിരിക്കുകയാണ്. ഇവരെവിടെയെന്ന് പോലീസ് അന്വേഷിക്കുന്ന പോലുമില്ല. ഈ നിലക്ക് ഉള്ള ഒരു അന്വേഷണം ശരിയായിട്ടുള്ളതല്ല. അവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ആകാശ് പോലീസിന് മുമ്പാകെ പറഞ്ഞിട്ടുള്ള മൊഴി എടുക്കുന്നതിന് വേണ്ടിയിട്ട് പോലീസ് തയ്യാറാവണം. KSUവിന്റെ മുറിയിൽ നിന്ന് ഇത്തരത്തിൽ വലിയ കനത്തിൽ കഞ്ചാവ് പിടിക്കുമ്പോൾ SFIക്കാരനും ഇരിക്കട്ടെ ഒന്ന് എന്നുള്ള നിലക്ക് KSUക്കാർ കൊണ്ട് പ്രതിഷ്ഠിച്ചതാണോ, പ്ലാൻ ചെയ്തിട്ടുള്ളതാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് ആഭ്യന്തരമന്ത്രിക്കടക്കം മുഖ്യമന്ത്രിക്കടക്കം പരാതി കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ച് നിയമപരമായി തന്നെ അതിൻ്റെ അകത്ത് മുന്നോട്ട് പോകും. അതിൻ്റെ റൂമിലോട്ട് എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞ്, എന്താ എടാ ഇവിടെ നിന്ന് സാധനം കിട്ടിയിട്ടുണ്ട്, ഇവിടെ ഇത് നിൻ്റെ റൂമാണെന്ന് വെച്ച്. ഞാൻ പറഞ്ഞു എൻ്റെ റൂമല്ല സാറേ, എൻ്റെ റൂം മേളിലാണ്. എൻ്റെ റൂമിൽ കൊണ്ട് കാണിച്ചപ്പോൾ എൻ്റെ റൂമിലും ആൾക്കാർ പറഞ്ഞിട്ട്, ഇത് നിൻ്റെ റൂമാണോ, നിൻ്റെ റൂമിൽ സാധനം ഉണ്ടല്ലോ, അതുണ്ടല്ലോ ഇതുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കബോർഡിലൊന്നുമില്ല, ഷർട്ടിലൊന്നുമില്ല, എൻ്റെ പാൻറ്റിലൊന്നുമില്ല. ഞാൻ ഇവിടെ കയറി വന്നു, എൻ്റെ ദേഹം പരിശോധിച്ചു, എൻ്റെ ദേഹത്തൊന്നുമില്ല, ഞാനൊന്നും ഉപയോഗിച്ചിട്ടുമില്ല. ഞാൻ ഇതുവരെ ഇതൊരു കാര്യങ്ങൾ ഉപയോഗിക്കാത്തൊരു വ്യക്തിയാണ്. സത്യം പറഞ്ഞാൽ നമുക്ക് ഇതൊന്നും അറിയാത്ത കാര്യങ്ങളാണ് സാറേ. എന്നാൽ ആരോപണങ്ങൾ KSU നിഷേധിച്ചു. ഇന്ന് നടക്കുന്ന ഹോളി ആഘോഷത്തിനു വേണ്ടി വിദ്യാർത്ഥികൾക്കിടയിൽ വിതരണം ചെയ്യാൻ കഞ്ചാവ് എത്തിച്ചതായാണ് വിലയിരുത്തൽ. പിടിയിലായ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. പിടിച്ച വിദ്യാർത്ഥികളെ സ്വാഭാവികമായിട്ടും അക്കാഡമിക് കൗൺസിൽ വഴി നമ്മളെ അവരെ പഠനത്തിന് തൽക്കാലം ഇപ്പോൾ ഫൈനൽ ഇയർ കുട്ടികളാണ്. അത് ഇന്നിപ്പോൾ തീരുമാനിക്കണം. അപ്പോൾ കൗൺസിൽ കൂടി തീരുമാനിച്ച്, കൗൺസിലിൽ നിന്ന് കൂടുമല്ലോ, കൗൺസിൽ കൂടി തീരുമാനിച്ച് നടപടി സ്വാഭാവികമായിട്ടും ഉണ്ടാകും. പോലീസിനെതിരായ പ്രതികളുടെ ആരോപണം അടിസ്ഥാനരഹിതമെന്ന് നർക്കോട്ടിക് ACP 24നോട് പറഞ്ഞു.
കഴിഞ്ഞ ഒരാഴ്ചയായി കോളേജിലും ഹോസ്റ്റലിലുമായി വ്യാപക പിരിവ് നടന്നിട്ടുണ്ട്. കേസിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. അവർ താമസിക്കുന്ന മുറി തന്നെയാണ് അത്. ആ മുറിയിൽ ആരാണ് അവർക്ക് താമസിക്കുന്നത്? ഓരോ വിദ്യാർത്ഥികൾക്ക് ഓരോ മുറി ഉണ്ടല്ലോ, പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മുറിയിൽ. മേടിച്ച ആളുടെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കൂടുതൽ പ്രതിനെ അറസ്റ്റ് ചെയ്യും നമ്മൾ. വിദ്യാർത്ഥികൾക്ക് ആര് കഞ്ചാവ് കൈമാറിയെന്നതിലാണ് അന്വേഷണം. കളമശ്ശേരിയിലെ പ്രധാന ലഹരി ഇടപാടുകാരെ കേന്ദ്രീകരിച്ചും അന്വേഷണം ശക്തമാണ്. SFIയും KSUവും ആരോപണങ്ങൾ നിഷേധിക്കുകയാണ്. അപ്പോഴും ആരാണ് ഈ 2 കിലോ കഞ്ചാവും ത്രാസും ഹോസ്റ്റലിലെത്തിച്ചതെന്ന ചോദ്യം ബാക്കിയാണ്. ചില സൂചനകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പുറത്തുനിന്നുള്ള ആരെങ്കിലും ആണോ എന്ന ചോദ്യവും അവിടെയുണ്ട്. വിശദമായ അന്വേഷണമുണ്ടാകും. കൂടുതൽ അറസ്റ്റുകളും. കൊച്ചിയിൽ നിന്ന് മാഹിൻ ജാഫറിനൊപ്പം വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. ആരാണ് ഈ ലഹരി വസ്തുക്കൾ വിദ്യാർത്ഥികൾക്ക് എത്തിച്ചു നൽകുന്നത് എന്ന കാര്യത്തിൽ കൂടി വളരെ വിശദമായ അന്വേഷണത്തിലേക്ക് പോലീസിന് കടക്കേണ്ടതുണ്ട്. അവിടെയുള്ള പ്രിൻസിപ്പലിൻ്റെ പ്രതികരണം ഇന്ന് രാവിലെ മുതൽ നമ്മൾ കേൾക്കുന്നതാണ്. ക്യാമ്പസിലേക്ക് പുറത്തുനിന്നുള്ള ആളുകൾ എത്തുന്നുണ്ട്, അവിടെ പല സാധനങ്ങളും വിതരണം ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വിദ്യാർത്ഥികൾക്കിടയിൽ ലഹരി ഉപയോഗം നേരത്തെ തന്നെ ശ്രദ്ധയിൽപ്പെടുകയും അത് പോലീസിൻ്റെ ശ്രദ്ധയിലേക്ക് പെടുത്തുകയും ചെയ്തതാണ് എന്നൊക്കെ പ്രിൻസിപ്പൽ പറയുന്നുണ്ട്. സമീപകാലത്ത് വന്ന വാർത്തകളൊക്കെ നമുക്കറിയാം. അതിൽ തന്നെ ഈ പ്രായപൂർത്തിയാകാത്തവരുടെ ലഹരി ഉപയോഗം, അവരെ ക്യാരിയർമാരാക്കിക്കൊണ്ട് അവരെ വിൽപ്പനയ്ക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ലഹരി സംഘങ്ങൾ വിളയാടുന്ന സാഹചര്യം. ഇതിനൊക്കെ ഒരു അറുതി വരുത്താൻ കർശനമായ പരിശോധന വരും ദിവസങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട്. അത് എക്സൈസിന്റെ ഭാഗത്തുനിന്ന് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. കമന്റ് ബോക്സിലേക്ക് പോവുകയാണെങ്കിൽ ഈ കോളേജ് ക്യാമ്പസിലെ ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ ഒരു മിന്നൽ പരിശോധന നടത്തേണ്ട സാഹചര്യവും അവിടെ നിന്ന് 2 കിലോയിലധികം കഞ്ചാവ് പിടികൂടേണ്ട നിലയും അത് തൂക്കാൻ ഉപയോഗിച്ചിരുന്ന ത്രാസ് അവിടെ നിന്ന് കണ്ടെത്തേണ്ടത്, അതിലൊക്കെ വലിയ നടുക്കം പ്രേക്ഷകരും രേഖപ്പെടുത്തുന്നുണ്ട്. കർശനമായ നടപടി ഈ വിഷയങ്ങളിൽ പൊതുവായി വേണം, പരിശോധനകൾ തുടരണം എന്ന ആവശ്യം പ്രേക്ഷകർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. അടുത്ത റിപ്പോർട്ടിലേക്ക് കടക്കാനുള്ള സമയമായിരിക്കുകയാണ്. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടാൻ ശുപാർശ നൽകിയിരിക്കുകയാണ് സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി. മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്ന് 6 രൂപയാക്കണം എന്ന ശുപാർശയുമുണ്ട്. കടകളിൽ വിൽപ്പന കൂട്ടാനും വ്യാപാരികൾക്കുള്ള കമ്മീഷൻ കൂട്ടുന്നതിനുമാണ് നടപടി. നഷ്ടത്തിലുള്ള റേഷൻ കടകൾ അത് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഗുണമില്ല, അത് പൂട്ടണം എന്നുള്ള ശുപാർശയാണ് മുന്നിലേക്ക് വന്നിരിക്കുന്നത്. അതിൽ സർക്കാർ എന്ത് നിലപാടാണ് സ്വീകരിക്കുക എന്നതും ശ്രദ്ധേയമാണ്. ഒരു വശത്ത് റേഷൻ കടകളുടെ എണ്ണം കുറയ്ക്കണം, മറുവശത്ത് റേഷൻ സാധനങ്ങളുടെ വില കൂട്ടണം. സാധാരണക്കാരന്റെ നെഞ്ചത്തേക്കാണ് സർക്കാരിന്റെ സമിതി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. റേഷൻ വ്യാപാരികൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ ആശങ്കയ്ക്ക് വഴിവെക്കുന്ന റിപ്പോർട്ടാണ് നിലവിൽ സംസ്ഥാന സർക്കാരിന് സമർപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്ത് 4000-ഓളം റേഷൻ കടകൾ പൂട്ടാനുള്ളതാണ് ഒരു ശുപാർശ. റേഷൻ വ്യാപാരികളുടെ വേതന പരിഷ്കരണം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ പഠിക്കാൻ നിയോഗിക്കപ്പെട്ട സമിതിയാണ് സംസ്ഥാനത്തെ 13,872 റേഷൻ കടകൾ 10,000-ആയി കുറയ്ക്കാനുള്ള ശുപാർശയോടെ റിപ്പോർട്ട് നൽകിയത്. 4000-ഓളം റേഷൻ കടകൾ പൂട്ടുക വഴി ബാക്കി കടകളിൽ വിൽപ്പന കൂട്ടാൻ അവസരമൊരുക്കാമെന്നാണ് കണ്ടെത്തൽ. മുൻഗണനേതര വിഭാഗത്തിലെ നീല റേഷൻ കാർഡിൽ അരിവില കിലോയ്ക്ക് 4 രൂപയിൽ നിന്നും 6 രൂപയാക്കണമെന്നതാണ് മറ്റൊരു നിർദ്ദേശം. വിലവർധനവിലൂടെ വ്യാപാരികൾക്കുള്ള കമ്മീഷൻ തുക കണ്ടെത്താമെന്ന് സമിതി വ്യക്തമാക്കുന്നു. റിപ്പോർട്ട് നടപ്പായാൽ കുറേയധികം പേർക്ക് തൊഴിൽ നഷ്ടപ്പെടും. സബ്സിഡി ആനുകൂല്യം ലഭിക്കുന്നവർ ചെറിയൊരു തുക കൂടി അധികം നൽകേണ്ടതായും വരും. റിപ്പോർട്ട് മേശപ്പുറത്തെത്തുമ്പോൾ സർക്കാർ ഇക്കാര്യമൊക്കെ ഓർമ്മയിൽ വയ്ക്കും എന്ന് കരുതാം. ഒരു കടയിൽ 800 കാർഡുടമകളെങ്കിലും എത്തുന്ന രീതിയിൽ എണ്ണം ക്രമീകരിക്കണമെന്നാണ് ശുപാർശയിൽ മറ്റൊരു വിഷയം. വിൽപ്പനയുടെ തോതനുസരിച്ചുള്ള കമ്മീഷൻ നിരക്കുകൾ നിർദ്ദേശിക്കുന്ന റിപ്പോർട്ട് തയ്യാറാക്കിയത് റേഷനിംഗ് കൺട്രോളർ, സിവിൽ സപ്ലൈസ് വകുപ്പിലെ വിജിലൻസ് ഓഫീസർ, ലോ ഓഫീസർ എന്നിവരടങ്ങുന്ന സമിതിയാണ്. വിറ്റുവരവ് കൂടി നോക്കിയാകണം വ്യാപാരികൾക്ക് കമ്മീഷൻ എന്നാണ് നിർദ്ദേശങ്ങളിലൊന്ന്. 18,000 രൂപ മിനിമം കമ്മീഷന് 70% വിൽപ്പന വേണം. 45 കിൻഡലിന് താഴെയാണ് വിൽപ്പനയെങ്കിൽ ഇത് ലഭിക്കില്ല. വ്യാപാരികൾ 70-ാം വയസ്സിൽ വിരമിക്കുമ്പോൾ പകരം മറ്റൊരാൾക്ക് കട അനുവദിക്കരുത്. മാസം 15 കിൻഡലിൽ താഴെ മാത്രം വിൽപ്പനയുള്ള 85 കടകൾ നിലനിർത്തണോ എന്ന് പരിശോധിക്കണം. ഒരു ലൈസൻസിയുടെ കീഴിൽ അധിക ചുമതലയിലുള്ള മറ്റ് കടകളെ ലയിപ്പിക്കണമെന്നും സമിതി റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നുണ്ട്. കൂടുതലും പട്ടിണിപ്പാവങ്ങളാണ് റേഷൻ കടകളെ ഇക്കാലത്തും ആശ്രയിക്കുന്നത്. അവ നടത്തിക്കൊണ്ടു പോകുന്നതും കുത്തകകളല്ല. ഇരു കൂട്ടരെയും വെറുതെ ഉപദ്രവിക്കരുത് എന്ന് മാത്രമാണ് സർക്കാരിനോട് അപേക്ഷിക്കാനുള്ളത്. എസ് ശ്രീകാന്ത്,
24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. ഈ ശുപാർശയിൽ എന്ത് തീരുമാനമാണ് സർക്കാർ കൈക്കൊള്ളാൻ പോകുന്നത് എന്നുള്ളത് പ്രധാനമാണ്. അത് വരും ദിവസങ്ങളിൽ അറിയുകയും ചെയ്യാം. കാസർഗോഡ് കാഞ്ഞങ്ങാട് വൻതോതിൽ വനഭൂമി കയ്യേറിയതായി ഇന്റലിജൻസ് റിപ്പോർട്ട്. വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കാനായി വനത്തിനുള്ളിൽ കുളം കുഴിക്കുകയും പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു എന്നാണ് ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഭൂമി കയ്യേറ്റത്തിൽ 2 എസ്റ്റേറ്റ് മാനേജർമാരെ വനംവകുപ്പ് അറസ്റ്റ് ചെയ്തു. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് വനമന്ത്രി AK ശശീന്ദ്രൻ റിപ്പോർട്ട് തേടി. 24 എക്സ്ക്ലൂസീവ്. കാഞ്ഞങ്ങാട് ഫോറസ്റ്റ് റേഞ്ചിലെ മരുതോം സെക്ഷനിൽ വൻതോതിൽ വനഭൂമി കയ്യേറിയെന്നാണ് വനം ഇന്റലിജൻസിന്റെ കണ്ടെത്തൽ. ഉൾവനത്തിൽ 3 ആഴത്തിലുള്ള കുളങ്ങൾ കുഴിച്ച് ഭൂമിക്കടിയിലൂടെ പൈപ്പുകൾ സ്ഥാപിച്ചാണ് സ്വകാര്യ വ്യക്തികൾ എസ്റ്റേറ്റിലേക്ക് വെള്ളമെത്തിച്ചിരുന്നത്. വനാതിർത്തിയിലുള്ള തോട്ടത്തിലേക്ക് വെള്ളമെത്തിക്കാനാണ് പ്രതികൾ വനഭൂമി കയ്യേറിയത്. വനത്തിനുള്ളിൽ 3 കുളങ്ങൾ നിർമ്മിക്കുകയും 5 കിലോമീറ്റർ ദൂരം ഭൂമി കുഴിച്ച് 1.5 ഇഞ്ച് വലിപ്പമുള്ള PVC പൈപ്പുകൾ സ്ഥാപിക്കുകയും ചെയ്തു. നിരവധി മരങ്ങൾ മുറിച്ചു മാറ്റിക്കൊണ്ടുള്ള പൈപ്പിടലിന് 2 വർഷത്തെങ്കിലും പഴക്കമുണ്ടെന്നും കുടിവെള്ളമില്ലാതെ വന്യജീവികൾ കാടിന് പുറത്തിറങ്ങുന്ന സാഹചര്യമുണ്ടെന്നും റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നു. തോട്ടത്തിൽ നിന്ന് 2 കിലോമീറ്റർ വനത്തിനുള്ളിലാണ് ആദ്യ കുളം. 3 മീറ്റർ വ്യാസത്തിലും 10 അടി ആഴത്തിലും നിർമ്മിച്ച കുളത്തിൽ വന്യമൃഗങ്ങൾക്ക് ഇറങ്ങാൻ സാധിക്കില്ല. 5 കിലോമീറ്റർ അകലെ ഇതേ വിസ്താരത്തിൽ 2 കുളങ്ങൾ കൂടി കുഴിച്ചിട്ടുണ്ട്. 3 കുളങ്ങളിൽ നിന്നായാണ് 5 പൈപ്പുകൾ ഭൂമിക്കടിയിലൂടെ തോട്ടം വരെ എത്തിച്ചിരിക്കുന്നത്. തോട്ടത്തിൽ വലിയ കുളം നിർമ്മിച്ച് വെള്ളം അവിടെ ശേഖരിക്കുകയും ചെയ്യുന്നു. വനത്തിലെ കുളത്തിന്റെ അടിഭാഗത്താണ് പൈപ്പ് ബന്ധിപ്പിച്ചിരിക്കുന്നത് എന്നതിനാൽ പുറമേ നിന്ന് ഇത് കാണാനാവില്ല. തോട്ടത്തിലെ തൊഴിലാളികൾ ഇടയ്ക്കിടെ വനത്തിനുള്ളിൽ പ്രവേശിച്ച് കിണർ വൃത്തിയാക്കുന്നുണ്ടെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടിലുണ്ട്. അഡീഷണൽ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് നൽകിയതോടെ 2 പേരെ വനം വകുപ്പ് അറസ്റ്റ് ചെയ്തു. എസ്റ്റേറ്റ് മാനേജർമാരായ ബിനോയ് തോമസ് എന്നിവരെയാണ് വനം വകുപ്പ് പിടികൂടിയത്. പ്രതികളുമായി നടത്തിയ തെളിവെടുപ്പിൽ വനത്തിൽ നിന്ന് മരങ്ങൾ മുറിച്ചില്ലെന്നാണ് വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കണ്ടെത്തൽ. സംഭവത്തിൽ ഉത്തരമേഖല CCF-നോട് റിപ്പോർട്ട് തേടിയെന്ന് വനം മന്ത്രി AK ശശീന്ദ്രൻ 24-നോട്. 2 എസ്റ്റേറ്റുകളിൽ ഉള്ള ആളുകളാണ് ഈ തടയണയിൽ നിന്നും അനധികൃതമായി വെള്ളം എടുത്തിട്ട് പൈപ്പിട്ടിട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്തിട്ട് അവിടുത്തെ 2 മാനേജർമാരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അത് സാധാരണഗതിയിൽ വളരെ ചെയ്യാൻ പാടില്ലാത്തൊരു കുറ്റകൃത്യമാണ്. വനഭൂമി കയ്യേറാൻ ഉദ്യോഗസ്ഥ പിന്തുണ ലഭിച്ചിട്ടുണ്ടെന്നും വനം ഇന്റലിജൻസ് കണ്ടെത്തി. ഉത്തരമേഖല CCF-ന്റെ റിപ്പോർട്ട് ലഭിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാവാനാണ് സാധ്യത. വിഷയത്തിൽ വനം മന്ത്രി AK ശശീന്ദ്രൻ അടിയന്തര ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഉത്തരമേഖല CCF-നോട് ഉടൻ റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടു. ഏതെങ്കിലും വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് സംഭവത്തിൽ പങ്കുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. രജീഷ് കരുവള്ളൂരിനൊപ്പം അരുൺ പാറക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോവുകയാണെങ്കിൽ ഒരുപാട് പ്രേക്ഷകർ ഈ കളമശ്ശേരി പോളിടെക്നിക് കോളേജിലെ കോളേജ് ഹോസ്റ്റലിലെ കഞ്ചാവ് വേട്ടയുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയിൽ പ്രതികരിക്കുന്നുണ്ട്. ക്യാമ്പസുകളിലൊക്കെ വ്യാപകമായ രീതിയിലുള്ള പരിശോധനയും ജാഗ്രതയും വേണം എന്ന് പറയുന്നുണ്ട് ചില പ്രേക്ഷകർ. അതുപോലെ ഈ പ്രതികളുടെ രാഷ്ട്രീയം എന്താണ് എന്നത് ചർച്ച ചെയ്യുന്നതിനേക്കാൾ പ്രാധാന്യത്തോടുകൂടി ആ ക്യാമ്പസ് ഹോസ്റ്റലിലേക്ക് എങ്ങനെയാണ് ഈ ലഹരി വസ്തുക്കൾ എത്തുന്നത്, ആരൊക്കെയാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് എന്നതിലാണ് ഗൗരവമായ അന്വേഷണവും ചർച്ചയും വേണ്ടത് എന്ന കാര്യം ചൂണ്ടിക്കാട്ടുന്നുണ്ട് ചില പ്രേക്ഷകർ. പല ഹോസ്റ്റലുകളും ഇത്തരത്തിൽ ഈ ലഹരി വസ്തുക്കളുടെയൊക്കെ കേന്ദ്രമായി മാറുന്നുണ്ട്. അതിൽ ജാഗ്രതയോടുകൂടി കോളേജ് അധികൃതരും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സംവിധാനങ്ങളും ഇടപെടണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്ന പ്രേക്ഷകരെ കാണാൻ കഴിയുന്നുണ്ട്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൂടി പങ്കുവെക്കണം. ചൂട് കൂടി വരുന്ന പശ്ചാത്തലമാണ്. എന്താണ് അത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പെന്ന് ജോസ്വിൻ ജോസഫിനെ പോലുള്ള പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് വിശദമായി വരാം. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നൊരു വാർത്തയുടെ വിശദാംശങ്ങൾ തേടാൻ പോവുകയാണ് ഇനി. പാതിവില തട്ടിപ്പ് കേസ് പ്രതി KN ആനന്ദകുമാറിന് അടിയന്തര ശസ്ത്രക്രിയ. ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്നാണ് ശസ്ത്രക്രിയ നടത്തിയത്. അതിനിടെ പാതിവില തട്ടിപ്പ് കേസിൽ KN ആനന്ദകുമാറിനെ നേരത്തെ റിമാൻഡ് ചെയ്തിരുന്നു. സലീം മാലിക് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ആനന്ദകുമാറാണ് ഇതിൻ്റെ ബുദ്ധികേന്ദ്രം എന്ന അന്വേഷണ സംഘത്തിൻ്റെ കണ്ടെത്തൽ. കൂടുതൽ കേസുകളിൽ അറസ്റ്റ് രേഖപ്പെടുത്താനുള്ള അന്വേഷണ സംഘത്തിൻ്റെ നീക്കം, ഇതൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നതിനിടയിൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യനിലയുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്ന വിവരങ്ങൾ, ഇങ്ങനെ അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം എന്തായിരുന്നു സലീം?
സായിഗ്രാമം ട്രസ്റ്റ് ചെയർമാൻ കൂടിയായ കെ എൻ ആനന്ദകുമാറിനെ അല്പസമയം മുൻപാണ് ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്ന് ഒരു അടിയന്തര ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയത്. അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഇപ്പോൾ മറ്റ് പ്രശ്നങ്ങളില്ലാതെ തുടരുന്നു എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അദ്ദേഹം ഈ അറസ്റ്റിലായതിന് പിന്നാലെ തന്നെ ആശുപത്രിയിൽ അദ്ദേഹത്തെ പ്രവേശിപ്പിച്ചിരുന്നു. ചില പ്രശ്നങ്ങൾ കണ്ടതിനെ തുടർന്ന് അതിന് പിന്നാലെ നടത്തിയ പരിശോധനയിലാണ് ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടെത്തുകയും അതിനെ തുടർന്നൊരു ശസ്ത്രക്രിയ വേണ്ടിവരികയും ചെയ്തത്. ഇന്ന് തന്നെയായിരുന്നു അദ്ദേഹം ഹൈക്കോടതിയിൽ അതുമായി ബന്ധപ്പെട്ട ജാമ്യാപേക്ഷ നൽകിയത്. ആ ജാമ്യാപേക്ഷയിൽ പറയുന്ന കാര്യവും ഇതുമായി ബന്ധപ്പെട്ടുള്ളതായിരുന്നു. ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ ചികിത്സയിലാണ്, അതിനാൽ ജാമ്യം അനുവദിക്കണം എന്നുള്ളതായിരുന്നു അദ്ദേഹം പ്രധാനമായി ഉന്നയിച്ച വാദം. അതിന് തൊട്ടു പിന്നാലെയാണ് ഇത്തരത്തിലൊരു ശസ്ത്രക്രിയയ്ക്ക് ഇപ്പോൾ വിധേയമാക്കിയിരിക്കുന്നത്. മാത്രമല്ല, പദവിയിലെ തട്ടിപ്പുമായി തനിക്ക് ബന്ധമില്ല എന്നുകൂടി ആനന്ദകുമാർ ഈ ജാമ്യാപേക്ഷയിൽ പറയുന്നുണ്ട്. താൻ ഈ ഒരു NGO അസോസിയേഷൻ്റെ പ്രസിഡന്റ് എന്ന നിലയിൽ മാത്രമാണ് സാമ്പത്തിക ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുമൊക്കെ നടത്തിയത്. അതിനപ്പുറത്തേക്കൊന്നുമില്ല. ഈ സായിഗ്രാമത്തിലേക്ക് മറ്റ് പല സുമനസ്സുകൾ നൽകിയ പണം മാത്രമാണ് അക്കൗണ്ടിലേക്ക് വന്നത്. അതല്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള തട്ടിപ്പ് പൈസ വന്നിട്ടില്ല എന്നുള്ളതൊക്കെയാണ് കോടതിയിൽ അദ്ദേഹം ജാമ്യാപേക്ഷയിൽ പറയുന്നത്. പക്ഷേ ആ വിഷയത്തിൽ കോടതി ഒരു നിലപാടെടുത്തില്ല. ക്രൈംബ്രാഞ്ചിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. അതിനുശേഷം അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മറുപടി കൂടി ലഭിച്ചതിന് ശേഷമാകും ആ ജാമ്യാപേക്ഷയിൽ ഒരു വിധി പറയുക. അതിനിടയിലാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഇത്തരത്തിൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കിയിരിക്കുന്നത്. രജിത്ത്, ശരി, പണം വന്ന് ട്രസ്റ്റിലേക്കാണ്, തനിക്ക് ഈ തട്ടിപ്പുമായി യാതൊരു ബന്ധവുമില്ല എന്ന വാദത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കെ എൻ ആനന്ദകുമാർ. അദ്ദേഹം ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ അദ്ദേഹത്തിനൊരു അടിയന്തര ശസ്ത്രക്രിയ നടത്തേണ്ടി വന്നത്. ഹൃദയധമനിയിൽ ബ്ലോക്ക് കണ്ടതിനെ തുടർന്നാണ് ഈ ശസ്ത്രക്രിയ നടത്തിയിരിക്കുന്നത്. സലീം മാലിക് ഇതിൻ്റെ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. ഇനി മലപ്പുറത്തേക്കാണ്. മലപ്പുറത്തെ റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ അടച്ചുപൂട്ടി. മലപ്പുറം നഗരത്തിൽ പ്രവർത്തിച്ചിരുന്ന റെയിൽവേ നേരിട്ട് നടത്തുന്ന കൗണ്ടറാണ് പ്രവർത്തനം അവസാനിപ്പിച്ചത്. വരുമാനം കുറവാണ് എന്ന കാരണമാണ് റെയിൽവേ ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത്. എന്നാൽ ഏറ്റെടുക്കാൻ തയ്യാറാണ് എന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ 24-നോട് പ്രതികരിച്ചു. ആദ്യം ആഴ്ചയിൽ 6 ദിവസം പ്രവർത്തിച്ചിരുന്നു ഈ റെയിൽവേ കൗണ്ടർ. പിന്നെ അത് 5 ആക്കി, 3 ആക്കി. ഇപ്പോൾ ഈ അവസാന ദിവസങ്ങളിൽ 2 ദിവസം മാത്രമാണ് പ്രവർത്തിച്ചിരുന്നത്. ഇപ്പോൾ വരുമാനമില്ലെന്ന് കാണിച്ച് താഴിട്ടു. കമ്പ്യൂട്ടറൈസ്ഡ് ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ ആയിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും വെള്ളിയാഴ്ചയും രാവിലെ 8 മുതൽ 2 വരെയായിരുന്നു നിലവിൽ പ്രവർത്തിച്ചിരുന്നത്. നാട്ടുകാരും ഇതര സംസ്ഥാന തൊഴിലാളികളും ഏറെ ആശ്രയിച്ചിരുന്ന റെയിൽവേ നേരിട്ട് നടത്തുന്ന കൗണ്ടറാണിത്. 2 സ്റ്റാഫുകളാണ് ഉണ്ടായിരുന്നത്. ടിക്കറ്റ് ബുക്കിംഗ് കൗണ്ടർ പ്രവർത്തനം ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് മലപ്പുറം നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി 24-നോട് പറഞ്ഞു. പാലക്കാട് റെയിൽവേ കൊമേഴ്ഷ്യൽ ഡിവിഷണൽ മാനേജറെ നേരിട്ട് കണ്ട് ആവശ്യം ഉന്നയിക്കും. നഗരസഭ ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണെന്നുള്ള സന്നദ്ധത ജില്ലാ കളക്ടറെയും റെയിൽവേ അധികാരികളെ അറിയിച്ചിരുന്നു. പക്ഷേ അതിന് അനുകൂലമായ പ്രതികൂലമായിട്ടുള്ള ഒരു മറുപടി ഇതുവരെ ലഭ്യമായിട്ടില്ല. അത് ലഭ്യമാവുകയാണെങ്കിൽ നടത്താമെന്ന് മാത്രമല്ല, ഞങ്ങൾ ബഹുമാനപ്പെട്ട മലപ്പുറം MP E.T. മുഹമ്മദ് ബഷീർ MP മുഖാന്തരം വീണ്ടും കൊമേഴ്ഷ്യൽ ഡിവിഷണൽ മാനേജർക്ക് ലെറ്റർ കൊടുക്കുകയും അടുത്ത ദിവസം തന്നെ നേരിട്ട് പോയി അദ്ദേഹത്തെ കാണാനും പ്ലാൻ ചെയ്യുന്നുണ്ട്. നേരിൽ കണ്ട് നഗരസഭ സന്നദ്ധമാണ്, സൗകര്യങ്ങളെല്ലാം നഗരസഭ ഒരുക്കാം എന്നുള്ള നഗരസഭയുടെ സന്നദ്ധത ഞങ്ങൾ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിനെ അറിയിക്കാനിരിക്കുകയാണ്. മലപ്പുറത്തുള്ളവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകണമെങ്കിൽ സമീപത്തുള്ളത് അങ്ങാടിപ്പുറം അല്ലെങ്കിൽ തിരൂർ റെയിൽവേ സ്റ്റേഷനാണ്. ദൂരം കൂടുതലായതുകൊണ്ട് തന്നെ ഈ ബുക്കിംഗ് കൗണ്ടർ ഏറെ സൗകര്യപ്രദമായിരുന്നു. ഓൺലൈൻ ടിക്കറ്റ് എടുക്കാൻ അറിയാത്ത പല ഇതര സംസ്ഥാന തൊഴിലാളികളും കൗണ്ടർ അടച്ചുപൂട്ടിയതറിയാതെ ഇവിടേക്ക് എത്തുന്നുണ്ട്. കൂടുതലായും ഇതര സംസ്ഥാന തൊഴിലാളികൾ ആശ്രയിച്ചിരുന്ന ഒരു ടിക്കറ്റ് കൗണ്ടറാണ് അടച്ചുപൂട്ടിയത്. ഏറ്റെടുത്ത് നടത്താൻ മലപ്പുറം നഗരസഭ സന്നദ്ധത അറിയിച്ചു കഴിഞ്ഞു. ഇനിയൊരു അനുകൂല തീരുമാനമുണ്ടാകേണ്ടത് റെയിൽവേയുടെ ഭാഗത്തു നിന്ന്. അർഷക്കിനൊപ്പം വിപിൻ C. വിജയൻ, 24 മലപ്പുറം. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെയും പലതവണ ഈ ഓഫീസ് അടച്ചുപൂട്ടിയിരുന്നു. അന്നൊക്കെ അത് വലിയ ചർച്ചയാവുകയും ചെയ്തതാണ്. അപ്പോഴെല്ലാം ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധവും ഉയർന്നു കേട്ടു. ജനങ്ങൾക്കേറെ ഉപകാരപ്രദമായൊരു കേന്ദ്രമാണ് അടച്ചുപൂട്ടാൻ പോകുന്നത്, അല്ലെങ്കിൽ അടച്ചുപൂട്ടിയിരിക്കുന്നത്. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്ക് പറയാനുള്ളത്, പ്രതികരിക്കാനുള്ളത്? കേൾക്കാം ജനങ്ങളുടെ പ്രതികരണം. ആൾക്കാർ ഇഷ്ടംപോലെ വന്നു പോകുന്നുണ്ട്. ഡെയിലി ഒരുപാട് പേര്, അന്യസംസ്ഥാന തൊഴിലാളികളും നമ്മളെ നാട്ടുകാരും ഒക്കെ ആയിട്ടുള്ള വലിയൊരു ഉപകാരപ്രദമായ ഒരു കൗണ്ടറാണ് റെയിൽവേയുടെ ഇവിടെ പൂട്ടിയത്. നല്ലപോലെ വരുമാനം ഉണ്ടായിരുന്ന അത് ഈ ഘട്ടം ഘട്ടമായിട്ട് പൂട്ടുമ്പോൾ എന്താ ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിൻ്റെ പ്രധാന പ്രശ്നം വരുമാനം കുറച്ചു കൊണ്ട് വന്ന് ആ ടെക്നിക്ക് ഉപയോഗിച്ചിട്ടാണ്. കാരണം 5 ദിവസവും 3 ദിവസമൊക്കെ വരുമാനം കുറയുമല്ലോ. അപ്പോൾ അങ്ങനെയാണ് ഇത് പൂട്ടിച്ചത്. कह रहे हम लोग जो है टिकट के लिए इधर आता है, बहुत दूर से आता है, बहुत सारे भाई आए और इधर 2-3 दिन से इधर क्लोज है, वो बंद है, इस कारण टिकट नहीं हो पा रहा है. तो बोल रहे हैं कि इधर
कहीं दूसरी या कहीं भी अच्छा से वो क्या बोल रहा है टिकट का सावधान करें. ഇത് വർഷങ്ങളായി ഇവിടെ നിലനിന്ന സ്ഥാപനമായിരുന്നു. പല നമ്മുടെ നാട്ടുകാരും അത് തൊഴിലാളികളൊക്കെ ഉണ്ട്, ഇന്ത്യക്കാരെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സ്ഥാപനമായിരുന്നു. അത് പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ അടച്ചു പൂട്ടാന്ന് പറയുന്നത് വലിയൊരു വിഷമമുള്ള കാര്യമാണ്. ഓൺലൈനിലാണെങ്കിലും അധികം 50% ആളുകളും ഇപ്പോൾ അതിനെ ആശ്രയിച്ചുകൊണ്ടായിരുന്നു ടിക്കറ്റ് എടുത്തിരുന്നത്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ചെയ്തത് വലിയൊരു പ്രയാസമാണ് ഉണ്ടായിരിക്കുന്നത്. റെയിൽവേ കൗണ്ടർ അടച്ചുപൂട്ടിയത് മലപ്പുറത്തെ ഈ പരിസരത്തുള്ള നിവാസികൾ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ഈ ബസ് സ്റ്റാൻഡ് മുകളിൽ വന്നിട്ട് ഈ കൗണ്ടറിലെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരുന്നത്. ഇത് അടച്ചുപൂട്ടിയ കാരണം ടിക്കറ്റ് എടുക്കാൻ പിന്നെ അങ്ങാടിപ്പുറത്തും പോയി പ്രയാസം അനുഭവിക്കുകയാണ്. അത് വീണ്ടും പുനഃസ്ഥാപിക്കണമെന്നാണ് പറയാനുള്ളത്. എറണാകുളം ആലുവ UC കോളേജിൽ വിദ്യാർത്ഥികളുടെ നിരാഹാര സമരം തുടരുകയാണ്. കോളേജ് ഹോസ്റ്റലിൽ അതിക്രമിച്ച് കയറിയെന്നാരോപിച്ചാണ് വിദ്യാർത്ഥികളെ കോളേജ് അധികൃതർ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. കോളേജ് ആർട്സ് ഡേയുടെ ഭാഗമായി 10 മിനിറ്റ് ഹോസ്റ്റലിൽ എത്താൻ വൈകിയെന്ന് പറഞ്ഞ് 80 വിദ്യാർത്ഥികൾക്ക് ഭക്ഷണം നിരസിച്ചതോടുകൂടിയാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ തുടക്കമാവുന്നത്. ഇന്നതൊരു വലിയ പ്രതിഷേധത്തിലേക്ക്, നിരാഹാര സമരത്തിലേക്ക് വഴിമാറിയിരിക്കുകയാണ്. എന്താണ് ആലുവ UC കോളേജിൽ സംഭവിക്കുന്നത്? വിശദമായ റിപ്പോർട്ടുകൾ. കോളേജിൽ വെച്ച് നടന്ന ഒരു ആർട്സ് പരിപാടിയിൽ പങ്കെടുത്തതിന്റെ ഭാഗമായി കോളേജിലെ ലേഡീസ് ഹോസ്റ്റലിലെത്താൻ 10 മിനിറ്റ് വൈകി എന്നതിന്റെ പേരിൽ 80ഓളം വരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷണം നിരാകരിച്ച കോളേജ് അധികാരികൾ അവരുടെ നടപടി ചോദ്യം ചെയ്തതിന്റെ പേരിൽ കോളേജിലെ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തുകൊണ്ടാണ് പ്രതികാരം കാട്ടിയത്. വിദ്യ അഭ്യസിപ്പിക്കേണ്ട അധ്യാപകർ എന്ത് അഭ്യാസമാണ് ഈ കാട്ടുന്നത്? കഴിഞ്ഞ മാസം 25-നാണ് സംഭവങ്ങളുടെ തുടക്കം. ആലുവ UC കോളേജിലെ ആർട്സ് ഡേയോടനുബന്ധിച്ച് കോളേജ് ലേഡീസ് ഹോസ്റ്റലിലെ വിദ്യാർത്ഥിനികൾക്ക് കൃത്യസമയത്ത് മെസ്സിലെത്താൻ സാധിച്ചില്ല. എന്നാൽ 10 മിനിറ്റ് വൈകിയതിന്റെ പേരിൽ ഭക്ഷണം നൽകില്ല എന്ന കടുത്ത നിലപാട് കോളേജ് അധികാരികൾ എടുത്തു. ഇതോടെ 80 വിദ്യാർത്ഥിനികൾ പട്ടിണിയിലായി. കോളേജിൽ ആർട്സ് ഡേ ബന്ധപ്പെട്ട് അന്ന് രാത്രി നടന്ന പരിപാടിയിൽ കുട്ടികൾ പങ്കെടുത്തിട്ട് ഒരു 10 മിനിറ്റ് ഹോസ്റ്റൽ മെസ്സിൽ കയറാൻ വൈകിയതിൻ്റെ പേരിലാണ് തയ്യാറാക്കി വെച്ച ഭക്ഷണം 80ഓളം വരുന്ന കുട്ടികൾക്ക് അവർ നൽകില്ല എന്ന് പറഞ്ഞത്. യൂണിയൻ ചെയർപേഴ്സണും ജനറൽ സെക്രട്ടറിയും അടക്കുന്ന ആൺകുട്ടികൾ വന്ന് സംസാരിക്കുകയുണ്ടായി. അതിനുശേഷം ഭക്ഷണം കൊടുത്തു കുട്ടികൾക്ക്. പക്ഷേ അതിൻ്റെ പ്രതികാര നടപടി എന്നോണം ഈ ഒരു 9 പേരെ എൻക്വയറി സസ്പെൻഷൻ എന്നുള്ള രീതിയിലല്ല, ഡയറക്റ്റ് സസ്പെൻഷനാണ് ചെയ്തിരിക്കുന്നത്. എൻക്വയറി പ്രോസസ്സ് ഇപ്പോഴും കംപ്ലീറ്റ് അല്ല. കോളേജിന്റെ ഭാഗത്ത് നിന്ന് നമ്മൾ നേരത്തെ സംസാരിച്ചപ്പോഴും സസ്പെൻഷൻ അവർ പിൻവലിക്കില്ല എന്നാണ് പറഞ്ഞത്. എൻക്വയറി സസ്പെൻഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയും പ്രശ്നമില്ല. ഡയറക്റ്റ് എൻക്വയറി ഇൻകംപ്ലീറ്റ് ആയിരിക്കെ തന്നെ ഡയറക്റ്റ് സസ്പെൻഷൻ ചെയ്തതിന് ചോദ്യം ചെയ്തുകൊണ്ടാണ് ആ സസ്പെൻഷൻ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങളിപ്പം നിരാഹാരം ഇരിക്കുന്നത്. പ്രശ്നത്തിലിടപെട്ട് കോളേജ് യൂണിയൻ ഭാരവാഹികൾ അധ്യാപകരോട് സംസാരിച്ചു. മെസ്സ് തുറന്നുകൊടുക്കാൻ കോളേജ് അധികൃതർ തയ്യാറായെങ്കിലും മെസ്സിനുള്ളിലേക്ക് വിദ്യാർത്ഥിനികൾക്ക് ഭക്ഷണം എടുത്തു കൊടുക്കുവാൻ യൂണിയൻ ഭാരവാഹികളായ ആൺകുട്ടികൾ കൂടി കയറിയതാണ് അധ്യാപകരെ പ്രകോപിപ്പിച്ചത്. ഇതേ തുടർന്ന് ഇവരെ കോളേജിൽ നിന്നും സസ്പെൻഡ് ചെയ്തു. ഒരു അന്വേഷണം പോലും നടത്താതെ സസ്പെൻഡ് ചെയ്ത നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് വിദ്യാർത്ഥിനികൾ നിരാഹാര സമരം ആരംഭിച്ചത്. KSUവിന്റെയും സ്റ്റുഡൻസ് യൂണിയന്റെയും നേതൃത്വത്തിലുള്ള നിരാഹാര സമരം 2 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. യാതൊരു തരത്തിലുള്ള അനുകൂല നടപടിയും കോളേജ് മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. സസ്പെൻഷൻ പിൻവലിച്ചാൽ മാത്രമേ നിരാഹാര സമരം അവസാനിപ്പിക്കൂവെന്നാണ് വിദ്യാർത്ഥിനികൾ പറയുന്നത്. കോൺഗ്രസ് നേതാക്കളുടെയും കോളേജ് വിദ്യാർത്ഥികളുടെയും പിന്തുണ നിരാഹാര സമരത്തിനുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ സമരത്തിന് ഐക്യദാർഢ്യവുമായി എത്തി. തീർച്ചയായിട്ടും ഞാൻ ഉറപ്പായിട്ട് ബന്ധപ്പെടും. കുട്ടികളെങ്ങനെ നിരാഹാര സമയത്ത് ഈ കൊടും ചൂടിൽ കുട്ടികൾ നിരാഹാരം ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും വിഷമമില്ല. അത് പരിഹരിക്കാനുള്ള ശ്രമം തീർച്ചയായിട്ടും. വിഷയത്തിൽ പ്രതികരിക്കുവാൻ കോളേജ് മാനേജ്മെന്റോ പ്രിൻസിപ്പാളോ ഇതുവരെ തയ്യാറായിട്ടില്ല. വിദ്യാർത്ഥി സമരങ്ങൾ കേരളത്തിലെ ക്യാമ്പസുകൾക്ക് പുതുമയുള്ളതല്ല. ആഹാരം നൽകില്ല എന്ന് പറഞ്ഞ കോളേജ് അധികാരികളുടെ മർക്കടാമുഷ്ടിയെ നിരാഹാരം കൊണ്ട് ചെറുത്തു തോൽപ്പിക്കുകയാണ് ഈ വിദ്യാർത്ഥികൾ. വിഷ്ണു കച്ചേരിക്കൊപ്പം അമൽ സുരേന്ദ്രൻ, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ലോക്സഭാ മണ്ഡല പുനർനിർണയ വിഷയത്തിൽ അഭിപ്രായ സമന്വയം വേണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനങ്ങളുടെ സീറ്റുകളുടെ നിലവിലുള്ള ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം പുനർനിർണയം നടത്തേണ്ടതെന്നും മുഖ്യമന്ത്രി പ്രസ്താവനയിൽ വ്യക്തമാക്കി. സലീം മാലിക് വിവരങ്ങളുമായി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, മുഖ്യമന്ത്രി നിലപാട് വ്യക്തമാക്കുന്നത് എങ്ങനെ? സർക്കാരിന്റെ നിലപാട് സലീം. നേരത്തെ തന്നെ
ഇതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ മുഖ്യമന്ത്രി ഇക്കാര്യത്തിൽ മറ്റ് സംസ്ഥാനങ്ങളോട് സമാനമായ അഭിപ്രായമുള്ള സംസ്ഥാനങ്ങളോട് സഹകരിച്ച് പോകാം എന്ന നില എടുത്തിരുന്നു. അതിന് പിന്നാലെയാണ് ഒരു ഔദ്യോഗിക പ്രസ്താവന കൂടി ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. ആ പ്രസ്താവനയിൽ മുഖ്യമന്ത്രി പറയുന്നത് ഇങ്ങനെയാണ്: ഈ ലോക്സഭാ മണ്ഡല പുനർനിർണ്ണയവുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ തീരുമാനമെടുക്കുമ്പോൾ അതിലൊരു അഭിപ്രായ സമന്വയം വരണം. ജനസംഖ്യാ നിയന്ത്രണം ഉൾപ്പെടെ കാര്യക്ഷമമായി നടപ്പിലാക്കിയ, നല്ല രീതിയിൽ നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളോട് ഏതെങ്കിലും തരത്തിലുള്ള പ്രതികാര നടപടി ഉണ്ടാകുന്ന നിലയിലാകരുത് ആ പുനർനിർണ്ണയം എന്ന് പറയുന്നുണ്ട്. ഒരു സംസ്ഥാനത്തിൻ്റെയും സീറ്റുകളുടെ ആനുപാതിക വിഹിതത്തിൽ കുറവ് വരാതെ വേണം ആ മണ്ഡല പുനർനിർണ്ണയം നടത്താൻ എന്നുള്ളത് പറയുന്നുണ്ട്. ജനസംഖ്യാ നിയന്ത്രണ നടപടികൾ കർശനമായി നടപ്പാക്കിയ സംസ്ഥാനങ്ങൾക്ക് ഏതെങ്കിലും നിലയിൽ ബുദ്ധിമുട്ട് വരരുത്. ഇപ്പോഴുള്ള മണ്ഡല പുനർനിർണ്ണയത്തിൻ്റെ ആലോചനകളിൽ ആ നിലയിലുള്ളൊരു ബുദ്ധിമുട്ട് വരുമോ എന്ന സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളത് വരാതെ വേണം നോക്കാൻ എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ കുടുംബാസൂത്രണ നയങ്ങൾക്ക് അനുസൃതമായി ജനസംഖ്യ കുറച്ചുകൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിൽ ആനുപാതിക പ്രാതിനിധ്യത്തിൽ കുറവ് വരുത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് അനീതിയായി തന്നെ മാറുകയും ചെയ്യും. അതുകൊണ്ട് അത്തരത്തിലുള്ള നടപടികളൊന്നും ഉണ്ടാകാതെ വേണം ഈ കുറവ് വരുത്താൻ എന്ന് മുൻകാലങ്ങളിൽ, അതായത് 1952-ലും 63-ലും 71-ലെയും മണ്ഡല പുനർനിർണ്ണയ പ്രക്രിയയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അത്തരത്തിലായിരുന്നു, അക്കാലങ്ങളിലൊക്കെ ആ നിലയിലായിരുന്നു പുനർനിർണ്ണയ പ്രക്രിയ നടത്തിയത് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ വിഷയങ്ങൾ പറയുകയും ചെയ്യുന്നത്. നേരത്തെ തമിഴ്നാടുമായി ഉൾപ്പെടെ ഈ വിഷയത്തിൽ സഹകരിച്ചു പോകാൻ മുഖ്യമന്ത്രി തീരുമാനിക്കുകയും ചെയ്തിരുന്നു. റിജിത്ത്. ശരി, സലീം മാലിക് തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ പങ്കുവെക്കുകയായിരുന്നു. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് പുറത്തു വരുന്നൊരു വാർത്ത, അത് വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ വനംവകുപ്പ് കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. കടുവ തീർത്തും അവശനാണ് എന്നാണ് വനംവകുപ്പ് വിശദീകരിക്കുന്നത്. സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് ആ കടുവ ഇപ്പോഴുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടാനും കഴിയുന്ന സാഹചര്യമല്ല എന്നാണ് കോട്ടയം DFO N രാജേഷ് വിശദീകരിക്കുന്നത്. ഒറ്റപ്പാലത്ത് നിന്നൊരു വാർത്ത പുറത്തു വരുന്നത്, ഒറ്റപ്പാലം പാലപ്പുറത്ത് പൂരാഘോഷത്തിൻ്റെ പന്തലഴിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം എന്നുള്ളതാണ്. പന്തൽ അഴിച്ചു മാറ്റുന്നതിനിടെ അപകടമുണ്ടാവുകയായിരുന്നു. ഷോക്കേറ്റ് നിലത്തേക്ക് തെറിച്ചു വീണതാണ് ഈ മരണകാരണം എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ശ്രീകുമാരൻ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം പങ്കുവയ്ക്കും. ഇനി സെക്രട്ടേറിയറ്റിന് മുന്നിലെ ആശാ വർക്കേഴ്സിൻ്റെ സമരവുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളിലേക്ക്, റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. സമരത്തിന് പിന്തുണ ഏറി വരികയാണ് ഓരോ ദിവസവും. ഇന്ന് ഐക്യദാർഢ്യവുമായി കലാകാരന്മാരും സമരവേദിയിലേക്ക് എത്തിയിരുന്നു. സമരപ്പന്തലിനോട് ചേർന്ന് പൊരുതുന്ന സ്ത്രീശില്പം ഒരുക്കിയാണ് കലാകാരന്മാർ പിന്തുണ അറിയിച്ചത്. 33 ദിവസം പിന്നിട്ട സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതിയുടെ തീരുമാനം. കഴിഞ്ഞ 33 ദിവസമായി അവകാശങ്ങൾക്ക് വേണ്ടി പൊരുതുന്ന ആശാ വർക്കേഴ്സിനെ പ്രതിനിധീകരിക്കുന്നതാണ് കലാസൃഷ്ടി. കലാകാരന്മാരായ സി ഹണിയും അനീഷ് തകഴിയും ചേർന്നാണ് ശില്പമൊരുക്കിയത്. അധികാരികളെ, അന്ധന്മാരെ, ക്രൂരന്മാരെ, വഞ്ചകരെ, നിങ്ങൾക്കായി സിനിമ നിർമ്മിക്കാൻ കഴിഞ്ഞതിലുള്ള വളരെ വലിയ സന്തോഷമാണ്. ഈ സമരം വിജയിക്കുന്ന ഒരു സമരമാണ്. കാരണം ഈ സമരം വിജയിച്ചില്ല എങ്കിൽ നമുക്ക് വലിയ ഒരു പ്രതീക്ഷ ഇല്ലാതാകുകയാണ്. അതുകൊണ്ട് കേരള ജനതയ്ക്ക് ഈ സമരം, ഈ ന്യായയുക്തമായ സമരം വിജയിക്കേണ്ടത് ഒരാവശ്യമാണ്. തീർച്ചയായിട്ടും ഈ സമരം വിജയിക്കുക തന്നെ ചെയ്യും എന്ന പ്രതീക്ഷ നിർത്തുന്നു. കഴിഞ്ഞ ദിവസം ആറ്റുകാൽ പൊങ്കാലയ്ക്കൊപ്പം സങ്കട പൊങ്കാല അർപ്പിച്ച ആശമാർക്ക് വലിയ പിന്തുണയാണ് ലഭിച്ചത്. 17-ന് സെക്രട്ടേറിയറ്റ് ഉപരോധത്തോടെ സമരം ശക്തമാക്കാനാണ് ആലോചന. ഒരുപക്ഷെ കേരളം കണ്ടിട്ടില്ലാത്തത്ര ഒരു സ്ത്രീകൾ നടത്തുന്ന വലിയൊരു ഉപരോധം നടക്കാൻ പോവാണ്. മിനിമം ജീവിച്ചിരിക്കുവാനുള്ള കൂലിക്ക് വേണ്ടിയിട്ടാണ് ഈ സഹന സമരം നടത്തുന്നത്, ഒരു അതിജീവന സമരം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ 17-ാം തീയതിയിലെ പരിപാടി അത് ശക്തമായിരിക്കും. ഞങ്ങളെ പിന്തുണച്ച മുഴുവൻ ആളുകളോട് ഞങ്ങളത് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. അവർ വേണ്ടുന്ന എല്ലാ സഹായവും ചെയ്യാവുന്നതിനോടകം നമ്മളോട് പറഞ്ഞിട്ടുമുണ്ട്. ശക്തമായിരിക്കും സമരം. എല്ലാ ജില്ലകളിൽ നിന്നും അതിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വണ്ടികൾ ബുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. വലിയ ഭീഷണിയാണ്. CI2 നേരിട്ടിറങ്ങി ആളുകളുടെ നേരിട്ട് വീടുകളിലെത്തി ഭീഷണിപ്പെടുത്തുന്ന ധാരാളം റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ജോലിക്ക് കയറിയില്ലെങ്കിൽ പിരിച്ചുവിടുമെന്ന് പറയുന്നു. ഇതെല്ലാം അതിജീവിച്ചുകൊണ്ട് എന്ന് പറഞ്ഞാൽ സർക്കാർ ഒരു വശത്ത് ചർച്ച നടത്തുന്നില്ല, സമരക്കാരെ ഒഴിവാക്കുന്നു. മറുവശത്ത് അവർ ഈ വരാതിരിക്കുവാൻ വേണ്ടി ആശമാരെ ഭീഷണിപ്പെടുത്തുവാനുള്ള നടപടികൾ ചെയ്തുകൊണ്ടാണ് നമുക്കെതിരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഞങ്ങൾ നല്ല പ്രതീക്ഷയിലാണല്ലോ കഴിഞ്ഞ 32 ദിവസമായിട്ട് ഇവിടെ ഇരിക്കുന്നത്. തീർച്ചയായിട്ടും നമ്മൾ വെച്ച ഡിമാൻഡ് സർക്കാർ അംഗീകരിക്കും, നമ്മളെ സമരം സെറ്റിൽ ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഞങ്ങളിരിക്കുന്നത്. തുടക്കം മുതൽ വലിയ പിന്തുണയാണ്. ഇന്നലെ പൊങ്കാലയ്ക്കായി കാസർഗോഡ് മുതൽ എത്തിയ സ്ത്രീകൾ ഇവിടെ വന്ന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് എല്ലാ പിന്തുണയുണ്ടെന്നെല്ലാം അറിയിച്ചിട്ടാണ് പോയിരിക്കുന്നത്. കേന്ദ്രം ഇൻസെന്റീവ് കൂട്ടുമെന്ന് പ്രഖ്യാപിച്ചെങ്കിലും സംസ്ഥാന സർക്കാർ ഇതുവരെ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല.
24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. സ്വർണ്ണക്കടത്ത് കേസിൽ കന്നഡ നടി രന്യ റാവുവിന് ജാമ്യമില്ല. ജാമ്യഹർജി സാമ്പത്തിക കുറ്റകൃത്യങ്ങളുടെ കോടതി തള്ളി. മുഹമ്മദ് റഹീസ് വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. റഹീസ്, ഈ സ്വർണ്ണക്കടത്തിൽ രന്യയുടെ പങ്ക്, രന്യയ്ക്ക് ലഭിച്ച സഹായം, ഇതൊക്കെ DRI നേരത്തെ കോടതിയിൽ വിശദമായി വിവരങ്ങൾ കൈമാറിയതാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ കൈമാറിയതാണ്. ഇപ്പോൾ ജാമ്യമില്ല. വിശദാംശങ്ങൾ എന്താണ് റഹീസ്? ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അറസ്റ്റിലായ നടി രന്യ റാവു, നടി ഈ കേസുമായി ബന്ധപ്പെട്ട് അവരുടെ പങ്ക് ഓരോ ദിവസവും കൂടുതൽ വെളിച്ചത്തിൽ വരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുന്നത്. കഴിഞ്ഞ തിങ്കളാഴ്ച വരെ 14 ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ സാമ്പത്തിക കുറ്റകൃത്യ കേസുകൾ കൈകാര്യം ചെയ്യുന്ന പ്രത്യേക കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയത്. പക്ഷേ ഈ ജാമ്യാപേക്ഷയെ തുടക്കത്തിൽ തന്നെ ഈ കോടതി തള്ളുകയായിരുന്നു. കാരണം കേസിൽ കൃത്യമായ പങ്ക് നടിക്കുണ്ട് എന്ന് കാട്ടിക്കൊണ്ട് DRI നൽകിയ ഓരോ തെളിവുകളും കോടതി അത് കൃത്യമായി നിരീക്ഷിച്ചു. ശേഷം ജാമ്യം നൽകില്ല എന്നുള്ളൊരു വിധിയും പുറപ്പെടുവിച്ചു. ഈ ഉന്നത IPS ഉദ്യോഗസ്ഥന്റെ വളർത്തുമകളായ രന്യ റാവുവിന് വഴിവിട്ടുള്ള പലതരത്തിലുള്ള ഇടപാടുകളും ഈ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുണ്ട് എന്നാണ് നിലവിൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട സൂചനകൾ. അതിൽ തന്നെ 12 കോടിയിലധികം രൂപ വില വരുന്ന 14.8 കിലോഗ്രാം സ്വർണമാണ് അന്ന് ഈ ഒരു എയർപോർട്ടിൽ വെച്ച് പിടികൂടിയിരുന്നത്. ശേഷം നടത്തിയ പരിശോധനയിൽ ഏതാണ്ട് 6 കോടിയിലധികം വരുന്ന സ്വർണം വീണ്ടും പിടിച്ചെടുക്കുകയുണ്ടായി. ഒപ്പം തന്നെ രന്യയുടെ ദുബായ് സന്ദർശനങ്ങൾ, ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്ന ചില അവ്യക്തതകൾ, അതിൽ നിന്ന് ലഭിച്ച ചില തെളിവുകൾ, അന്വേഷണങ്ങളൊക്കെയും ഈ ഘട്ടത്തിൽ കോടതി കൃത്യമായി നിരീക്ഷിച്ചു. എന്തായാലും നടിക്ക് ഉടനൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല എന്ന സൂചനയാണ് ഇന്നത്തെ ഒരു ജാമ്യാപേക്ഷയിൽ ഉണ്ടായ വാദത്തിൽ നിന്നും ഒപ്പം കോടതിയുടെ നിരീക്ഷണങ്ങളിൽ നിന്നും ഉത്തരവിൽ നിന്നും ഒക്കെ മനസ്സിലാകുന്നത്. റീജിത്ത്. ശരി, മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ്. ഇനി പാലക്കാട് ഒറ്റപ്പാലം പാലപ്പുറത്ത് പൂരാഘോഷത്തിന് പന്തലഴിക്കുന്നതിനിടെ യുവാവിന് ദാരുണാന്ത്യം. എടപ്പാൾ സ്വദേശിയായ സുമേഷാണ് മരിച്ചത്. ഷോക്കേറ്റാണ് മരണം എന്നാണ് പ്രാഥമിക നിഗമനം. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് പാലക്കാട്ട് നിന്ന്. ശ്രീജിത്ത്, വിശദാംശങ്ങൾ എന്താണ് ശ്രീജിത്ത്? കഴിഞ്ഞ ദിവസമാണ്, അതായത് മിനിഞ്ഞാന്ന് പൂരം സമാപിച്ചത്. വിവിധ പന്തലുകൾ, ശബളമായ പന്തലുകൾ അഴിക്കുകയാണ് ഇപ്പോൾ വിവിധ ദേശ കമ്മിറ്റിക്കാർ ചെയ്യുന്നത്. ആ പ്രവൃത്തി പുരോഗമിക്കുന്നതിനിടെ ഇന്ന് വൈകിട്ടോടുകൂടിയാണ് ഈ സംഭവം നടന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ബഹുനില പന്തലാണ്, വർണ്ണപ്പന്തലാണ്. അത് വൈദ്യുത ലൈനിന് സമീപത്തായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അതിൽ നിന്ന് ഷോക്കേറ്റ് വീഴുകയായിരുന്നു എന്നും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഇപ്പോൾ താലൂക്ക് ആശുപത്രി മോർച്ചറിയിലേക്ക് മൃതദേഹം മാറ്റിയിട്ടുണ്ട് എന്ന് പ്രാദേശിക പ്രതിനിധി നമുക്ക് വിവരങ്ങൾ നൽകുന്നുണ്ട്. എടപ്പാൾ സ്വദേശി സുമേഷ് എന്നൊരു പേര് മാത്രമാണ് നമുക്കിപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നത്. ശരി, ശ്രീകുമാരൻ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. പൊതുജനം കഴുതിയല്ല സാർ എന്ന പരിപാടിയിലേക്ക് വീണ്ടും. കോട്ടയം തിരുവാർപ്പിൽ നെല്ല് സംഭരണം പ്രതിസന്ധിയിൽ. സംഭരിക്കുന്ന നെല്ലിന് മില്ലുകൾ കിഴിവ് ആവശ്യപ്പെട്ടതാണ് പ്രതിസന്ധിക്ക് കാരണം. സ്ഥലത്ത് പ്രതിപക്ഷ നേതാവ് VD സതീശൻ സന്ദർശനം നടത്തി. അതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ സർക്കാർ അനുവദിച്ചു. തിരുവാർപ്പ് മലരിക്കൽ ഭാഗത്തെ നെൽകർഷകരാണ് മില്ലുടമകളുടെ സമ്മർദ്ദത്തിൽ വഴിമുട്ടി നിൽക്കുന്നത്. 14 ദിവസം കഴിഞ്ഞിട്ടും കൊയ്തിട്ട് നെല്ല് സംഭരിക്കാൻ മില്ലുകൾ തയ്യാറായിട്ടില്ല. നെല്ലിന്റെ ഗുണനിലവാരം കൊണ്ടുതന്നെ ഇതുവരെ കിഴിവ് നൽകാത്ത പാടശേഖരമാണിത്. എന്നാൽ 3 മുതൽ 5 വരെ കിഴിവ് നൽകണമെന്നാണ് ഇപ്പോൾ മില്ലുടമകൾ ആവശ്യപ്പെടുന്നത്. 14ാമത്തെ ദിവസമായി നെല്ല് 2 പ്രാവശ്യം ഇത് മറിച്ചിടുന്ന ഒരാൾക്ക് 1000 രൂപ കൂലിയാ. 4-5 മണിക്കൂറേ പണിയത്തുള്ളൂ. ഇത്രയും നെല്ലൊക്കെ മറിക്കണ്ട എത്ര ആളുകൾ വേണം? ഈ മാസം 3-നാണ് വിളവെടുപ്പ് ആരംഭിച്ചത്. 1800 ഏക്കർ പാടശേഖരത്ത് 25 യന്ത്രങ്ങൾ കൊയ്യുന്നുണ്ട്. നിലവിൽ 400 ഏക്കറിലെ വിളവെടുപ്പ് പൂർത്തിയായി. ബാക്കിയുള്ള പാടശേഖരത്തിൽ നെല്ല് കൊയ്യാനുള്ളപ്പോഴാണ് മില്ലുടമകളുടെ സമ്മർദ്ദം. അപ്രതീക്ഷിത വേനൽമഴ പെയ്യുന്ന സാഹചര്യത്തിൽ കൊയ്തുകൂട്ടിയ നെല്ല് നനഞ്ഞ് നശിക്കാൻ സാധ്യതയുണ്ട്. കിഴിവ് നൽകുന്നതിലെ തർക്കം പരിഹരിക്കാതെ വന്നാൽ ജില്ലയിലെ ഏറ്റവും മികച്ച നെല്ല് നശിക്കുന്ന സ്ഥിതി ഉണ്ടാകും. ഈ അന്നം ഉണ്ടാക്കുന്നത് ഇവരുണ്ടാക്കിയില്ലെങ്കിൽ ഇത് എവിടെ നിന്നാണ്? ഇതിന് കേന്ദ്ര ഗവൺമെന്റ് വർദ്ധിപ്പിച്ചു കൊടുത്ത തുക പോലും ഇവർക്ക് കൊടുത്തില്ല. അറിയാലോ, കഴിഞ്ഞ പ്രാവശ്യം ഇവർക്ക് കൊടുത്തില്ല. ഇതിനിടെ നെല്ല് സംഭരണത്തിന് 353 കോടി രൂപ അനുവദിച്ചു. സംസ്ഥാന സിവിൽ സപ്ലൈസ് കോർപ്പറേഷനാണ് തുക അനുവദിച്ചത്. നെല്ല് സംഭരണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ താങ്ങുവില സഹായ കുടിശ്ശിക അനുവദിക്കാത്ത സാഹചര്യത്തിലാണ് സംസ്ഥാനം അടിയന്തരമായി തുക അനുവദിച്ചത്. ജില്ലാ കളക്ടറുമായി കർഷകർ ചർച്ച നടത്തിയിട്ടും യാതൊരു പ്രയോജനവും കിഴിവിൻ്റെ കാര്യത്തിൽ ഉണ്ടായില്ല. എന്തായാലും ഈ പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം വേണമെന്ന് തന്നെയാണ് കർഷകർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന്
ജിത്തുവിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഒടുവിലായി പുറത്തുവരുന്ന 2 വിവരങ്ങൾ കൂടി പ്രേക്ഷകരെ അറിയിക്കാം. അതിലൊന്ന്, മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമസാധുതയിൽ ഹൈക്കോടതി വിധി തിങ്കളാഴ്ച ഉണ്ടാകുമെന്നുള്ളതാണ്. വഖഫ് സംരക്ഷണ സമിതി നൽകിയ ഹർജിയിലാണ് സിംഗിൾ ബെഞ്ച് വിധി പറയാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു വാർത്ത. മറ്റൊന്ന് തൃശ്ശൂരിൽ നിന്ന് വരുന്നതാണ്. കുന്നംകുളം നടുപ്പന്തിയിൽ ഇതര സംസ്ഥാന തൊഴിലാളിയെ ബിയർ കുപ്പി കൊണ്ട് തലക്കടിച്ച് പരിക്കേൽപ്പിച്ചു എന്നുള്ളതാണ്. വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന ഛത്തീസ്ഗഡ് സ്വദേശിക്കാണ് മർദ്ദനമേറ്റിരിക്കുന്നത്. 2 പേർ പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. പരിക്കേറ്റയാളുടെ നില ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. ഇടുക്കി വണ്ടിപ്പെരിയാർ ഗ്രാമ്പിയിലെ കടുവയെ വനംവകുപ്പ് കണ്ടെത്തി. കടുവ തീർത്തും അവശനാണെന്ന് കോട്ടയം DFO N രാജേഷ് അറിയിച്ചു. കാലിനേറ്റ പരിക്ക് ഗുരുതരമാണ്. സഞ്ചരിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ് കടുവയുള്ളത്. മയക്കുവെടി വെച്ച് പിടികൂടാൻ കഴിയില്ല എന്നും DFO അറിയിച്ചു. ഗ്രാമ്പ്യ ഭാഗത്താണ് ഈ കടുവയെ ആദ്യം നമ്മൾ കണ്ടത്. ഈ കടുവയുടെ കാലിന് ചെറിയൊരു തകരാറുണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇതിനെ പിടികൂടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ 11-ാം തീയതി രാത്രി സ്ഥാപിച്ചിട്ടുള്ളതാണ്. അതിൻ്റെ ആരോഗ്യസ്ഥിതി, കാലിൻ്റെ ഒരു മുറിവേറ്റിട്ടുണ്ട്. ആ മുറിവ് കുറച്ച് രൂക്ഷമായിട്ടുള്ള രീതിയിലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്നത്. ട്രാങ്കുലൈസർ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ജീവന് അപകടമുണ്ടായേക്കാൻ സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് നമ്മൾ ട്രാങ്കുലൈസ് ചെയ്യാനായിട്ട് തൽക്കാലം നമ്മൾ നോക്കുന്നില്ല. രാഹുൽ വിജയൻ വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഹുൽ, എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് DFO അറിയിക്കുന്നത്? രാഹുൽ, രജിത്ത്, ഈ കടുവയുടെ ആരോഗ്യനില തീർത്തും അവശനായ നിലയിലാണ് എന്നുള്ളതാണ് വനംവകുപ്പ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിനെ മയക്കുവെടി വെച്ച് പിടികൂടുക എന്നുള്ളത് സാധ്യമല്ല. ഈ കടുവ എവിടെയാണ് ഉള്ളത് എന്നുള്ളത് വനംവകുപ്പ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ ദിവസം കൂട് സ്ഥാപിച്ചിട്ടുണ്ട് വനംവകുപ്പ്. അതിൽ നിന്നൊരു 300 മീറ്റർ മാറിയാണ് നിലവിൽ കടുവയുള്ളത്. ഈ കാലിന് പരിക്ക് ഗുരുതരമായതുകൊണ്ട് തന്നെ കൂടുതൽ ദൂരത്തേക്ക് സഞ്ചരിക്കാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് ഈ കൂട്ടിനകത്ത് കടുവ കയറാനുള്ള സാധ്യത കൂടുതലാണെന്നും വനംവകുപ്പ് കരുതുന്നു. എന്തായാലും വനംവകുപ്പിന്റെ പ്രത്യേക നിരീക്ഷണം ആ മേഖലയിൽ തുടരുകയാണ്. മാത്രമല്ല, ഈ പ്രദേശത്തേക്ക് ആളുകൾ പ്രവേശിക്കുന്നതിന് ഒരു നിയന്ത്രണം കൂടി ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. പൊതുജനം കരുതിയല്ല സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർത്തിയാവുകയാണ്.